ഇതാണ് കഴിഞ്ഞ ദിവസം ടാറ്റ ഷോക്കേസ് നടത്തിയിട്ടുണ്ടായിരുന്ന അവരുടെ ഹാരിയർ .EV, ഹാരിയറിന്റെ EV വേർഷൻ. ആ പരിപാടിയിൽ അവർ കുറച്ച് സ്റ്റണ്ട് മൂവ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടാൽ തന്നെ അറിയാം ആ വാഹനത്തിന്റെ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ICE വേർഷൻ ഹാരിയറിന് ഇതിലേക്ക് നോക്കുമ്പോൾ കാര്യമായിട്ട് എക്സ്റ്റീരിയർ ഡിസൈനിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇതിന് ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഗ്രില്ലാണ് വരുന്നത്. പിന്നെ ബമ്പറിൽ ചെറിയ വ്യത്യാസം വന്ന്, അതുപോലെ അലോയ് വീൽസിലും വന്ന്, അത്രയൊക്കെ തന്നെ പുറത്തുനിന്നുള്ള കാഴ്ചക്കുള്ളൂ. പക്ഷെ കാര്യമായിട്ട് മെയിൻ ഡിഫറൻസും അതുപോലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ആണ്. ഫ്രണ്ടിലൊരു മോട്ടറും ബാക്കിലൊരു മോട്ടറും ആയിട്ട് അങ്ങനെ 4 വീലിനും കണക്ട് ചെയ്തിട്ടുള്ള ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഈ വാഹനത്തിന് വരുന്നുണ്ട്. ശരിക്കും ഹാരിയർ .EV കുറച്ചുകൂടി മുന്നേ ഇറക്കണമായിരുന്നു. ആ ഹാരിയറിന്റെ കുറച്ചൊക്കെ ബാക്കിലായിട്ട്. കാരണം അതിന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് മാത്രമാണ്, ഓൾ വീൽ ഡ്രൈവ് ഇല്ല എന്നുള്ള. അതൊരു EVയിലൂടെ അവർക്ക് അന്നതങ്ങ് പരിഹരിക്കാമായിരുന്നു. മാത്രമല്ല സിയറ EV ഇനി മാർക്കറ്റിൽ വരാനുണ്ട്. കണ്ടു ശീലിച്ച ഹാരിയറിന്റെ ഡിസൈനിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യുക പുതുമ നിറഞ്ഞ സിയറ EV ആയിരിക്കില്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?